ഒരു ഇതേവരേക്കും കേൾക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം. ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഷിനി മധുസൂദൻ എന്ന പേരുള്ള ഒരു കുലസ്ത്രീ ചാണക സംഘിണിയെ കുറിച്ചാണ്. വർഗീയത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല, തലക്ക് പിടിച്ച് വട്ടായി നടക്കുന്ന ഈ കുലസ്ത്രീ ചാണക സംഘിണി. ഇവരുടെ ഏത് വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ മുസ്ലിം വിരുദ്ധതയും വർഗീയത അല്ലാണ്ട് ഇവര് വേറൊറ്റ കാര്യം, ഒരൊറ്റ നല്ല കാര്യം പോലും ഇവരൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ മുസ്ലിം വിരുദ്ധത തലക്ക് പിടിച്ച് വർഗീയത മാത്രം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഈ കുലസ്ത്രീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വന്നാലോ? ഞാനിപ്പോ വന്നത് എന്താ വെച്ചാല്, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ചാൽ അത് വളരെ വലിയ രീതിയിൽ അതൊരു ഇസ്ലാമോഫോബിയ ആണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവിടെ കിടന്ന് പല മതേതരന്മാരും കിടന്ന് പെടാപ്പാട് പെടുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ഈ ഇസ്ലാമോഫോബിയ നമ്മുടെ നാട്ടിൽ മാത്രം കിടന്ന് നിലവിളിക്കുന്ന കുറെ അന്തംഗമ്മികളും കുറെ മതേതരന്മാരും കുറെ നട്ടിലില്ലാത്ത കുറെ ജീവികളുണ്ട് നമ്മുടെ നാട്ടിൽ, അമീബയുടെ പോലെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ജീവികൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അതായത് നമ്മുടെ നാട്ടിൽ ഇവരെ കുറിച്ച് അക്ഷരം മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അയ്യോ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ നശിപ്പിക്കുന്നു, ഇസ്ലാമിനെ പഴിചാരുന്നു, തീവ്ര ഹിന്ദുവാണ്, അല്ലെങ്കിൽ സംഖ്യയാണ്, ചാണകമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സംഗതികൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോ ഈ ഇസ്ലാമോഫോബിയെ നമ്മൾ മനഃപൂർവ്വം ആരും ഒന്നും പറയുന്നതല്ല, ലോകം മൊത്തം പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കാനാണ് ഞാനിപ്പോ വന്നത്. അതായത് ഈ നാട്ടിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടു നമ്മുടെ മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുത്. ആരാണിത് പറഞ്ഞെന്നറിയോ? ഒരു ഇതേവരേക്കും കേൾക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം. ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ തലപ്പാവും അദ്ദേഹത്തിന്റെ താടിയും കാണുമ്പോ പേടി തോന്നുന്നു, അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞ കുലസ്ത്രീ സംഘിണിയെ അപ്പൊ നിന്നെ കാണുമ്പോ എന്തൊക്കെ തോന്നണ ആൾക്കാർക്ക്? നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്. ചാണക കുലസ്ത്രീ സംഘിണിയെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയോ പോട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിം വന്നിട്ട് ഉത്തരേന്ത്യയിൽ തുണി ഉടുക്കാണ്ട് നടക്കുന്ന ഒരുപാട് സ്വാമിയാറുണ്ട്, അവരെ പറ്റി എന്തെങ്കിലും കുറ്റം പറയാറുണ്ടോ? എന്തിന് ശ്മശാനങ്ങളിൽ പോയിട്ട് അവിടെയുള്ള തലയോട്ടികള് മാലയായിട്ട് കിടക്കുന്ന എത്ര സ്വാമിമാരുണ്ട്, അവരെ കാണുമ്പോ പേടി തോന്നുന്നു, അവരെ കാണുമ്പോ അറപ്പ് തോന്നുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയോ ഒരു മുസ്ലിമോ പറഞ്ഞിട്ടുണ്ടോ കുലസ്ത്രീ ചാണക സംഘിണി? അവരത് പറയില്ല. കാരണം എന്താണ്? അവർക്ക് വിവരവും ബോധവും മറ്റു മതങ്ങളോട് ബഹുമാനവും ഉണ്ട്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ചാണക സംഘിണികൾ പറയും എന്താണ്? നിങ്ങൾക്ക് വിവരവും ബോധവും സ്വന്തം മതത്തോട് പോലും ബഹുമാനവും ഇല്ല. ആകെ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരേ ഒരു തൊഴിലെന്നറിയാം, മറ്റുള്ള മതങ്ങളെ കുറ്റം പറയുക, വർഗീയത ഉണ്ടാക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും പാവപ്പെട്ട ജനങ്ങളെ തമ്മിലടുപ്പിക്കുക. അതൊക്കെയാണ് നിനക്കൊക്കെ അറിയുന്ന ഒരേ ഒരു തൊഴിൽ. നമുക്കെന്തായാലും സംഘിയുടെ ഇടയിൽ ഐശ്വര്യറായി എന്ന് വിളിപ്പേരുള്ള ഈ ചാണക സംഘിണി കുലസ്ത്രീ അടുത്തതായിട്ട് എന്താ പറയുന്നത് കേട്ടിട്ട് വന്നാലോ? എന്ത് മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുതെന്ന്. ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ അതിനേക്കാൾ വൃത്തികെട്ടതായിട്ട് ഈ എന്താ പറയാ ഒരു തങ്ങളാണ് എന്ന് ഉസ്താദിന്റെ പോലെയൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. നിങ്ങളുടെ ഈ വീഡിയോയും നിങ്ങളുടെ ഈ സംസാരവും നിങ്ങളുടെ ഈ ഭാഷയും കേൾക്കുമ്പോഴല്ല ആരാണ് ആ ചാരിത്ര പ്രസംഗം നടത്തുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാണക കുലസ്ത്രീ സംഘിണിയെ ആ ചാരിത്ര പ്രസംഗം ഇനി നടത്താതിരിക്കാൻ നോക്കേട്ടാ. നമുക്ക് ഈ കുലസ്ത്രീ സംഘിണിയുടെ അടുത്ത ചാരിത്ര പ്രസംഗത്തിലേക്ക് പോകാം. ഉസ്താദിനെ പോലുള്ള ഗംഭീര എന്താ പറയാ പൂമ്പാറ്റുകളെ പോലെ എന്താ പറയാ നൈർമല്യമുള്ള എന്നൊക്കെ പറയില്ലേ, എന്ന പോലത്തെ ഈ പിശാചിന്റെ രൂപവും പൂമ്പാറ്റുകളെ നൈർമല്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് ഇവര്. ഒരു വെള്ള വസ്ത്രം ഇട്ടിട്ട് ആ വെള്ള വസ്ത്രത്തിന് തന്നെ ഈ സാധനങ്ങള് നാണക്കേടാണ്. വെള്ള നിറത്തിലുള്ള ഉടുപ്പൊക്കെയാണ് ഇവരൊക്കെ ഉപയോഗിക്കുക. പക്ഷെ ആ വൈറ്റ് കളറിന് പോലും ലജ്ജ തോന്നുന്ന രീതിയിലുള്ള ഇത്രയും ക്രൂരമായ വർഗ്ഗങ്ങളാണ് ഉള്ളിനകത്ത് അത്രയും വിഷം വെച്ചോണ്ടാണ് പറയുന്നത്. ഈ സ്ത്രീ രൂപം കൊണ്ടു കിടക്കുന്ന സംഘിണിയെ നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല മനുഷ്യ കുലത്തിന് തന്നെ അപമാനമാണ്. വിഷപ്പാമ്പുകളുണ്ടല്ലോ, കൊടിയ വിഷമുള്ള വിഷപ്പാമ്പുകൾ വരെ നിങ്ങളുടെ മുന്നിൽ വന്ന് തോറ്റുപോകും. എന്തിന്? ലോകത്തിലെ ഏറ്റവും വിഷമുള്ള വിഷകലിയില്ലേ, നിങ്ങളുടെ ആരാധനാപാത്രമായ വിഷകല, അവര് വരെ നിങ്ങളുടെ ഈ വിഷം കേട്ടിട്ടുണ്ടല്ല ചമ്മി നാറിപ്പോവും. നിങ്ങളുണ്ടല്ല ഒരു കാരണവശാലും നിങ്ങളെ ഹിന്ദുക്കൾ എന്ന് വിളിക്കല്ലട്ടാ. നിങ്ങളെ വേണമെങ്കിൽ സംഘി എന്ന് വിളിച്ചോ, ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ല. നമുക്ക് ഹിന്ദുക്കൾക്ക് അതൊരു അപമാനമാണ്. അതുകൊണ്ട് ഇനി സ്വയം അഭിസംബോധന ചെയ്യുമ്പോഴല്ല അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ചാണക സംഘിണി അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ഈ വർഗീയ ചാണക സംഘിണി അടുത്തതായിട്ട് എന്താ പറഞ്ഞു കേട്ടിട്ട് വന്നാലോ? ഇവിടെ കിടന്ന് മലപ്പുറം ജില്ല രണ്ടായിട്ട് വെട്ടിമുറിക്കണം, മലപ്പുറം ജില്ലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മലപ്പുറം വെട്ടിമുറിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ആ കോന്തപുരത്തിനൊക്കെ ഇത് മണ്ടക്കടിക്കുന്ന അടിയാണ് ഇതൊക്കെ ഈ പറയുന്നതൊക്കെ. നമ്മുടെ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടന്നിട്ട് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങൾക്ക് ഇവർക്കൊക്കെ കിട്ടുന്ന മറുപടി കാലം കൊടുക്കുന്ന മറുപടിയാണ്.
എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇസ്ലാമിനെ കൊല്ലാൻ നോക്കുന്നേ, ഇസ്ലാമിനെ പിന്നെ ചാടിക്കാൻ നോക്കുന്നേ എന്ന് പറഞ്ഞിട്ട് വരും. നാണോ മാനോയില്ലാതെ. എന്നിട്ട് ഈ പറയുന്ന സർവത്ര രാഷ്ട്രീയ പാർട്ടികളിലും പിന്നെ എഴഞ്ഞു കയറി ഈ പറയുന്ന സംഗതികളിൽ മുഴുവനും പിടിച്ചെടുത്ത് പതുക്കെ 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 നമ്മുടെ രാജ്യത്തിന് ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ SDPI, അതുപോലെ PDF എന്നൊക്കെ പറയുന്ന ഈ തീവ്ര സംഘങ്ങൾ മുഴുവനും ഇവര് മുഴുവനും അതായത് പണമെറിഞ്ഞ് കളിക്കുകയാണ് നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടിലുള്ള മലയാളി എന്ന് പറയുന്ന മലയോളികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവന് കാശ് കിട്ടിയാൽ മതി, അവൻ എന്ത് എന്റെ ചാണക സംഘിണി ചേച്ചി ഇപ്പം മല ഓലികൾ എന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് ആ മല മാറ്റിട്ടുണ്ടല്ല, ആ മലേന്റെ അടക്ക സംഘി കൂട്ടിരി സംഘി ഓലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ചേച്ചി സംഘികളും കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ആ പച്ച തെറിയുണ്ടല്ല, അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മലയാളികളെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ ചേച്ചി അതിന്റെ ഇടക്ക് കാന്തപുരത്തിനെ മോശമായിട്ട് പറഞ്ഞ് കാന്തപുരം എന്ന് ഉച്ചരിക്കാനുള്ള യോഗ്യത ഈ ചാണക സംഘിനെ നിങ്ങൾക്കുണ്ടോ? കാന്തപുരം എന്ന് പറയുന്നതിന് മുമ്പിലെ നിങ്ങൾ നിങ്ങളുടെ വായുണ്ടല്ല ഡെറ്റോളിട്ട് കഴുകണം കേട്ടോ. അങ്ങനെ കഴുകി വൃത്തിയാക്കാതെ ആ നല്ല മനുഷ്യന്റെ പേരുണ്ടല്ല നിങ്ങളെ വായ കൊണ്ട് ഉച്ചരിക്കാൻ നിൽക്കല്ല കേട്ടോ. പിന്നെ ഇവിടെയുള്ള ഒരു മുസ്ലിമും ഇസ്ലാമിനെ കൊല്ലാൻ നോക്കുന്നതെന്ന് കരാറേയില്ല. പക്ഷെ ചാണക സംഖ്യകളാണ് ഇന്ത്യ മൊത്തം പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നത് നമുക്ക് പേടിയാണ്, നിങ്ങൾക്ക് എല്ലാരും പേടിയാണ്, എല്ലാരും നിങ്ങൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്ത്. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് എല്ലാരും ഇപ്പൊ പേടിയാണ്. അങ്ങനെ പേടിച്ചും സംശയിച്ചും ജീവിക്കുന്ന ചാണക സംഖ്യകൾ മറ്റുള്ളവരെ ഒന്ന് കുറ്റം പറയാൻ നിൽക്കല്ല കേട്ടോ.